ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ 2 ക്ലാസ്. ഇതിൽ നമ്മൾ ചാപ്റ്റർ 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻസ്. അപ്പോൾ ഇതിൽ കുറച്ച് ടേമുകൾ പഠിക്കാനുണ്ട്. ഫസ്റ്റ് ടേമാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റിയിലെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം ഒരു വേരിയബിളിനെ. അതായത് ആ വേരിയബിളിന് വരാൻ സാധ്യതയുള്ള എല്ലാ പോസിബിൾ ആയിട്ടുള്ള വാല്യൂസും, അത് എത്ര ഔട്ട്കംസ് ആണോ ഓരോ റാൻഡം ഫിനോമിനൻ നമ്മൾ നടത്തുന്ന സമയത്ത് അതായത് എത്ര തവണ നമ്മളൊരു എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യുന്നോ അത്രയും തവണ നമുക്ക് ഓരോ ഔട്ട്കം കിട്ടുന്നുണ്ടാവും. ആ ഔട്ട്കമ്മിനെ ബേസ് ചെയ്തുകൊണ്ട് വരാൻ സാധ്യതയുള്ള പോസിബിൾ വാല്യൂസ് ഉള്ള വേരിയബിൾസ്, അതിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പ്രോബബിലിറ്റിയുടെ കൺസെപ്റ്റിനെയാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. റാൻഡം വേരിയബിളിൽ നമുക്കിങ്ങനെ പറയാം, ദാറ്റ് മാപ്സ് എവറി ഔട്ട്കം ഇൻ ദ സാമ്പിൾ സ്പേസ് ടു എ റിയൽ നമ്പർ. ഒരു സാമ്പിൾ സ്പേസിൽ എത്രത്തോളം ഔട്ട്കം ഉണ്ടാവുന്നോ ഒരു റിയൽ നമ്പറുമായിട്ട് ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മാപ്പ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷനെയും റാൻഡം വേരിയബിൾ എന്ന് പറയാം. ഇനി ഇവിടെ മെയിൻ പോയിന്റ് നോക്കുക. എ ഫംഗ്ഷൻ ദാറ്റ് അസൈൻസ് എ റിയൽ നമ്പർ ടു ഈച്ച് സാമ്പിൾ പോയിന്റ് ഇൻ ദ സാമ്പിൾ സ്പേസ്. ഇവിടെ ഈ ചിത്രം കണ്ടോ, ഇതൊരു സാമ്പിൾ സ്പേസ് ആണ്. ഈ സാമ്പിൾ സ്പേസിൽ ഒരുപാട് സാമ്പിളുകൾ ഉണ്ട്. ഇതിൽ നിന്ന് ഒന്നിനെ നമ്മൾ പിക്ക് ചെയ്യുന്നു, അതിനാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എടുക്കുന്ന ആ വേരിയബിളിന് ഒരു റിയൽ നമ്പർ കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ തന്നെയാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത്, ഈ റാൻഡം വേരിയബിൾ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഏതൊക്കെ മേഖലകളിൽ ഉപയോഗിക്കുന്നു, ആപ്ലിക്കേഷൻ എവിടെയൊക്കെയാണ്? ഫിനാൻസിൽ ഉപയോഗിക്കുന്നുണ്ട്, ഇൻഷുറൻസിലുണ്ട്, മാനുഫാക്ചറിങ്ങിലുണ്ട്, അതേപോലെ തന്നെ ഹെൽത്ത് കെയറിൽ യൂസ് ചെയ്യുന്നുണ്ട്, മെഷീൻ ലേണിംഗ് ആൻഡ് ഡാറ്റ സയൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിനാൻസിൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് പ്രൈസുകൾ, പോർട്ട്ഫോളിയോ റിട്ടേൺസ്, റിസ്ക്, ഇൻവെസ്റ്റേഴ്സിന് മെയിനായിട്ട് അവരുടെ റിട്ടേൺസ് എത്ര എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ കണക്കാക്കാനൊക്കെ യൂസ് ചെയ്യാം. ഇൻഷുറൻസ് കമ്പനീസിനെ സംബന്ധിച്ചോളം ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് അവർക്ക് റിസ്ക് അസസ് ചെയ്യാനും അതേപോലെ തന്നെ എത്ര നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും ആക്സിഡൻസ് ഒക്കെ ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട് അതൊക്കെ കമ്പ്യൂട്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. അതിനനുസരിച്ചുകൊണ്ട് അവർക്ക് അതിൻ്റെ പ്രീമിയവും അതിൻ്റെ പൊട്ടൻഷ്യൽ ലോസസ് ഒക്കെ കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കാം. മാനുഫാക്ചറിങ് ഫീൽഡിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും ക്വാളിറ്റി കൺട്രോളിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എത്രത്തോളം ഡിഫക്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്, അതിൻ്റെ മോഡലിംഗ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ അസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് മാനുഫാക്ചറിങ് മേഖലയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നുള്ളത് ഹെൽത്ത് കെയറിലാണ്. ഹെൽത്ത് കെയറിൽ മെയിനായിട്ട് എത്ര ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്, അതിൽ എത്ര റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എത്ര പേർക്ക് ട്രീറ്റ്മെൻറ്റുകൾ ഡിസിഷൻ എടുത്തിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ, ഡയഗ്നോസ്റ്റിക് നടത്താൻ വേണ്ടിയിട്ട്, അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ